നോ ഐ തിങ്ക് എനിക്കൊരു ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ കൂടെയും മൈ സ്റ്റോറിയും ഇറങ്ങിയതിന് ശേഷം ഞാനൊരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് ഓഫേഴ്സ് ഒന്നും വളരെയധികം കുറഞ്ഞു വരുമ്പോൾ ഉണ്ടായൊരു വലിയ ഭയമായിരുന്നു എനിക്ക് ആക്ടർ എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും, എനിക്കായിട്ട് ഓഫേഴ്സ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആണ്, ട്രബിൾ മേക്കർ ആണ്, അപ്പം എന്നെ അതിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പലവരും തീരുമാനിച്ചു കാണും. അവരാരാണെന്നുള്ളതൊക്കെ ഇപ്പം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഉയരെ കിട്ടിയപ്പം എനിക്കതൊരു ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു. കാര്യം PVG ആണ് എൻ്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, നോട്ട്ബുക്കിലെ പൂജ കൃഷ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എനിക്ക് ആദ്യമായിട്ട്, എൻ്റെ ആദ്യത്തെ സിനിമ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. പക്ഷെ പൂജ കൃഷ്ണയിൽ നിന്നാണ് ആൾക്കാർ ആദ്യം പറഞ്ഞത്, അയ്യോ ഈ കുട്ടി ചതിച്ചല്ലോ മറ്റുള്ളവരെ, എന്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ സ്പേസിൽ തന്നെ ഒരു ഗ്രേ ക്യാരക്ടർ കിട്ടിയിട്ടുള്ള ഒരു സിനിമയിൽ നടി എന്ന നിലയിൽ ആദ്യമായിട്ട് ഈ കുട്ടി ആരാണ്, നല്ലോണം അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു അംഗീകാരം കിട്ടിയിട്ട് അതേ പ്രൊഡ്യൂസറാണ് വേറെ ഒരു ഓഫറും കിട്ടാത്ത സമയത്ത് ആ സമയത്ത് കിട്ടേണ്ട ഏറ്റവും ഹയസ്റ്റ് പേ തന്ന് എനിക്ക് ഈ ലീഡ് ക്യാരക്ടർ തന്നത്. അതിൻ്റെ അതേ റൈറ്റേഴ്സാണ് എനിക്കത് തന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് സംവെയർ സം എനർജി ഇൻ ദ യൂണിവേഴ്സ് ഇസ് പ്രൊട്ടക്റ്റിംഗ് മീ. നമ്മൾ അത്രയും മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിൽക്കുകയാണ്. ആ സമയത്ത് എവിടുന്ന് എന്ത് വീണ് കിട്ടിയാലും നമുക്കത് അപ്പോൾ ആ സമയത്ത് കരുണയായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അവർ അതുപോലും അല്ല ചെയ്തത്. അവർ പറയുന്നത് നിങ്ങൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നിങ്ങളെ വേണ്ടൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ വൈറസ് വന്നു. സോ വൈറസ് വരുമ്പോഴും ഒരു കൂട്ടായ്മയാണ്, നമ്മുടെ ആലൈസ് ഉണ്ട്, കളക്റ്റീവിൻ്റെ കൂടെ നിൽക്കുന്ന ആലൈസിലുള്ള ഭാഗത്തിലുള്ള ആൾക്കാരാണ് അത് ഫിലിം ഡയറക്റ്റ് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ. സോ സഡൻലി ഒരു വേവ് ചേഞ്ച് വരികയാണ്. ആൻഡ് യു ആർ പ്രൊട്ടക്റ്റഡ് വിത്ത് ദാറ്റ് ഓൾസോ. ഞാനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം മാത്രമല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാലും എനിക്ക് ഓഫർ കിട്ടിയാലല്ലേ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാലും ഒരിക്കലും ഒരു ആക്ടർ എന്ന രീതിയിൽ കംപ്ലീസൻ്റ് ആവരുത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം ഞാൻ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ രജനീഷിനോട് പറയുന്നുണ്ടെങ്കിലും എന്ത് കോൺഫിഡൻസിലാണ് പറയുന്നത്, അഭിപ്രായങ്ങൾ എല്ലാവർക്കും ആവാലോ. എനിക്ക് എത്രയോ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടാം, പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ പ്രൈമറി ജോബ് ഇസ് ബീങ് ആൻ ആക്ടർ. അത് ഞാൻ ആസ് എ സർവീസ് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോകുന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്നുള്ള തിരിച്ച് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ then I don't really hold any value. അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻറ്റയർലി ആക്ടിവിസ്റ്റ് സ്പേസിലേക്ക് പോകണം. പക്ഷെ അതിൽ ഓൾവേസ് ബി ആൻ ആക്ടിവിസ്റ്റ്. എൻ്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ എപ്പോഴും ഒരു ആക്ടിവിസ്റ്റ് തന്നെയായിരിക്കും, അത് മാറുന്നിടം വരെ. കാര്യം ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആ സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പുറത്ത് നിന്ന് നിങ്ങളതൊന്ന് മാറ്റിക്കൂടെ, നിങ്ങൾക്ക് മാറ്റിക്കൂടെ എന്ന് പറയുന്നതിനേക്കാളും ഞാനായിട്ട് ഇറങ്ങി തിരിച്ച് മാറ്റിയല്ലേ, എൻ്റെ വീടല്ലേ, അപ്പം ഞാൻ ക്ലീൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇറ്റ് ഇസ് മൈ ഹൗസ്, I will also clean it. I will make others also pick up their clothes from the floor.